ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഫ്രീ ഹോസ്റ്റിംഗ് എനേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഗിറ്റബിൻ്റെ സർവീസസ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഗിറ്റബിൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് റെപ്പോസിറ്ററീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഗിറ്റബിൽ ഒരു പബ്ലിക് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഗിറ്റബ് പേജസ് വഴി നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈവായിട്ട് ഒരു URL വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഗിറ്റബിലുള്ള പ്രൈവറ്റ് റെപ്പോസിറ്ററീസ് നമുക്ക് ആ ഒരു പേജസ് വഴി പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. സോ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റേണൽ സർവീസസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് 3 സർവീസിനെ കുറിച്ചാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. അതിൽ 3rd പൊസിഷനിലുള്ളത് ക്ലൗഡ്ഫ്ലെയറിൻ്റെ പേജസ് ആണ്. ക്ലൗഡ്ഫ്ലെയർ പേജസ് എന്ന് പറഞ്ഞിട്ടുള്ള സർവീസാണ്. സോ ഈ ഒരു സർവീസിൽ നമുക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റ്സ് ആണ് മെയിൻലി സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ എഡ്ജ് ഫങ്ഷൻസ് എല്ലാം അതും വർക്കിംഗ് ആണ്. ദെൻ സെക്കൻഡ് സർവീസ് എന്ന് പറയുന്നത് നെറ്റ്ലിഫൈ ആണ്. നെറ്റ്ലിഫൈ ആപ്പ് വഴി നമുക്ക് നെറ്റ്ലിഫൈയുടെ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഗിറ്റബിലുള്ള പ്രൈവറ്റ് റെപ്പോസിറ്ററി പേജസ് എല്ലാതും നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വിത്ത് അവരുടെ കസ്റ്റം ആ ഒരു ആപ്പിൻ്റെ URLസും കാര്യങ്ങളും നമുക്ക് കിട്ടും. കസ്റ്റം ഡൊമൈൻസ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വേഴ്സലാണ്. വേഴ്സൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഗിറ്റബിലുള്ള പ്രൈവറ്റ് റെപ്പോസിറ്ററീസ് നമ്മുടേതായ രീതിയിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്കൊരു ഫുൾ സ്റ്റാക്ക് സപ്പോർട്ട്, കൂടുതലും നെക്സ്റ്റ്.js-ൻ്റെ സപ്പോർട്ട് ഉള്ളത് വേഴ്സലിലാണ്. ബാക്കി ഓൾമോസ്റ്റ് സെർവർലെസ് കാര്യങ്ങൾ എല്ലാം തന്നെ വേഴ്സലിൽ കംപ്ലീറ്റ് പാക്കേജായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. സോ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വേഴ്സലാണ്. നമുക്കിതുപോലെ ഗിറ്റബിൻ്റെ പ്രൈവറ്റ് റെപ്പോസിറ്ററീസ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്.